നമ്മളിപ്പോൾ കലൂർ കടവന്തറ റോഡാണ്. മാങ്കുളം റോഡ്. കലൂർ കടവന്തറ റോഡ്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോവാം. കലൂർ ജംഗ്ഷൻ ഉണ്ട്. അത് കലൂർ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡാണ്. പ്രൈവറ്റ് സ്റ്റാൻഡ് കലൂർ. നമ്മൾ കലൂർ കടവന്തറ റോഡിലേക്ക് പ്രവേശിച്ച് കേൾക്കാമെന്നറിയില്ല. നഗരത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിലൂടെ നമ്മുടെ സംഭാഷണം നാച്ചുറലായിട്ട് കേട്ടുള്ളൂ. അപ്പോൾ ഇടതുവശത്തെ റോഡുകളൊക്കെ നമ്മളൊന്ന് കയറിയതാണ്. കുറേ റോഡ് നമുക്കിന്ന് വലതുവശത്തെ റോഡുകളിൽ ഒന്ന് പിടിച്ചോക്കാം. ഇപ്പോൾ 5th ലൈനും 4th ലൈനും അവനെയൊക്കെ ഉണ്ട്. ഞാനൊന്ന് കയറാല്ലേ ചെയ്യാം. നമ്മളവിടെ നിന്ന് 4th ലൈൻ വഴി വേണ്ട, നമ്മൾ നേരെ കലൂരിലേക്ക് ഉണ്ട്. നമ്മൾ കമ്മനത്തേക്കില്ല, ഇടതുവശത്തോട്ട് വരിക. നമുക്കിവിടെ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്, അതിലേക്ക് കയറിപ്പോൾ. അതിൽ സെബാസ്റ്റ്യൻ റോഡ് നമ്മൾ പോയിട്ടുള്ളതാണെന്നറിയില്ല. അത് കുറച്ച് ദൂരം പോയിട്ടുണ്ടെന്നാണ്, എന്നാലും കുഴപ്പമില്ല. സെബാസ്റ്റ്യൻ റോഡ് നമ്മൾ പോയിട്ടുള്ള കേട്ടോ. നമുക്ക് മുന്നോട്ട് പോവാം. നേരെ റോഡ് കാണുന്നുണ്ടല്ലോ, അതേ റോഡ്. നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് വരാം കേട്ടോ. സൈക്കിളാണ്ട് നമുക്ക് കുഴപ്പമില്ല. റോഡിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ലെന്നോ. ഹാപ്പി കപ്പ് ഒരു വിൻറ്റേജ് മോഡൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഉണ്ടോ ഹാപ്പി കപ്പ്. നമുക്ക് ഇതിൻ്റെ ആ റോഡിലോട്ട് പ്രവേശിക്കാം. നേരെ കാണുന്ന റോഡ് എന്നറിയില്ല, പോയി നോക്കാം. പാർക്ക് സെൻട്രൽ തനി നാടൻ ഊണ് ഉണ്ട്. പാർക്ക് സെൻട്രൽ ഇത് ഏത് റോഡെന്നറിയില്ല, പോയി നോക്കാം. നമ്മൾ കലൂർ കടവന്തറ റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്. ഇത് പഴയ വഴിയാണെന്ന് സംശയമില്ല കേട്ടോ. കലൂർ കടവന്തറ റോഡിലെ പഴയ വഴിയാണ്. ഇതായിരുന്നു പഴയ വഴി എന്ന് തോന്നുന്നു. കാട്ടാക്കര വെസ്റ്റ് ഉണ്ട്. നമുക്കായാലും നേരെ പോവാം. കലൂർ കടവന്തറ നല്ല പഴയ റോഡാണ്. അപ്പച്ചൻ്റെ ഫാമിലിയിൽപ്പെട്ട കുറേ പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വിൻറ്റേജ് ഹോമൊക്കെ ഉണ്ട് കേട്ടോ. വിൻറ്റേജ് അവരുടെ പ്രൈവസിനെ മാനിച്ചാൽ മതി കാണിക്കാതെയാണ്. ഇവിടെയൊക്കെ മിക്കവാറും വിൻറ്റേജ് ഹോം തന്നെയാണ്. റൈറ്റിലേക്ക് ചെറിയൊരു വഴിയുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അവിടം വരെ ഉണ്ടാവുന്നൊരു ചൂരപ്പറമ്പിൽ ലൈൻ പോയി നോക്കാം. ഇവിടെ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളതാണ്. പഴയ വീടാണ്. വീട് തട്ടിക്കളഞ്ഞിട്ട് അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ. 10-6-7 സെൻറ്റിന് കൂടുതലുണ്ടെന്ന് തോന്നാം.
5-8 സെൻറ്റ് സ്ഥലമുണ്ട്. വീടുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ വിൻറ്റേജ് ഒരു പന്തൽ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത്ര ഉള്ളത്. പട്ടിക്കൂട്ടനെ കൂട്ടി കാണുന്നില്ല, മിക്കവാറും അഴിച്ചിട്ടൊക്കെ ഇരിക്കും. അങ്ങനെയാണ് എൻ്റെ കാര്യത്തിൽ തീരുമാനവും. കൂട്ടിൽ പട്ടിക്കൂട്ടനെ കാണുന്നില്ല, അഴിച്ചു വിട്ടൊക്കെയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ചൂരപ്പറമ്പിൽ ലൈനിൽ നിന്ന് തിരിച്ചിറങ്ങണേ. ചൂരപ്പറമ്പിൽ നമ്മൾ ഇറങ്ങി ഡോക്ടർ ജോർജ് റോഡ്, ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടോ. ജോർജ് ഡോക്ടർ ഇത് നമ്മളങ്ങോട്ട് പോയാലും പോയേക്കാം. ചെറിയൊരു വീട്. ഇവിടെ കുറച്ച് സ്പേസ് കിടപ്പുണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷേ ആരുടെയാണോ പുറയിലേക്കൊക്കെ വിൻറ്റേജ് ഹോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരമ്പരാഗത വീടുകളൊക്കെ. ഇതൊക്കെ ഒരു കാലഘട്ടത്തിലുള്ളവരുടെ പോഷ് വീടുകളായിരുന്നു. അപ്പോൾ നമ്മൾ കലൂർ കടവന്തറ റോഡിലേക്ക് എത്തി. നമുക്ക് തിരിച്ചു തന്നെ പോവാം. നമുക്ക് പഴയ റൂട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും. ഈ റോഡ് തിരക്കല്ലേ. അപ്പോൾ ഓക്കെ. ഡോക്ടർ ജോർജ്. അപ്പോൾ ജോർജ് റോഡിൽ നമ്മൾ പുറത്തിറങ്ങിയല്ലേ. ഡോക്ടർ ജോർജ് റോഡ്. ഇത് പഴയ കലൂർ കടവന്തറ റോഡായിരുന്നു എന്നാണ് ഇവിടെ ഇറക്കിയത്. ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആയിട്ടുള്ളൂ. കൊല്ലംപറമ്പിൽ ലൈൻ, ഒറ്റക്കാട്ട് റോഡ്, അവിടെ തന്നെ ഇരിക്കും പോണത്. കൊല്ലംപറമ്പിൽ ലൈൻ അത്രയോ ദൂരമുള്ളൂ കേട്ടോ, കുറച്ച് ദൂരമുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ടെന്ന് പറയാം. അവിടെ ഒരു കാറ് വരുന്നുണ്ട്. പോയി നോക്കാം. കിഡ്സിൻ്റെ വീടും കാര്യങ്ങളൊക്കെയാണ്. അവിടം വരെ ഉള്ളൂ. എല്ലാം പറഞ്ഞു. ഓക്കെ. അപ്പം നമ്മൾ ഇട റോഡുകളിലേക്ക് കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും. നല്ല വൃത്തിയാണ് എല്ലായിടത്തും. പഴയ പോലെ ചപ്പ് ചവറൊന്നും കൊണ്ടുവന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. റോഡിൻ്റെ അരികാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇട്ടുണ്ട്. റോഡിലേക്ക് ഇടുന്നവരാണെന്ന് അറിയില്ല. അതിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഒരു വിൻറ്റേജ് ഹോമുണ്ട്. നമ്മൾ കയറുന്നത് വട്ടേക്കാട്ട് റോഡ് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വിൻറ്റേജ് ഹോമുണ്ട്. ഒരു ദിവസം തനി ഹോമാണോ എന്നറിയില്ല കേട്ടോ. എ സി ഉണ്ട്. വിൻറ്റേജാണ്. ഹോമാണോ, നല്ല പില്ലറൊക്കെ വെച്ചിട്ട് വിൻറ്റേജാണ്. ഇതൊക്കെ ഇവിടുത്തെ നല്ല ബന്ധുക്കളാണോന്നറിയില്ല കേട്ടോ. കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വീട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടി കാണാം ഫ്രണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കലൂർ കടവന്തറ റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് തോന്നാം. അങ്ങോട്ട് പോകണ്ട, നമുക്ക് തിരിക്കാം. ഒക്കെ പഴയ വീടുകളാണ്. നമ്മുടെ വിൻറ്റേജ് ഹോമുകൾ, അതായത് എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയല്ല സിറ്റിയിലെ പഴയ വീടുകളിൽ തറവാടുകളിലൊക്കെ പെട്ട വീടുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഫ്രാൻസിസ് സേവ്യറിൻ്റെ വിൻറ്റേജ് ഹോം. പഴയ കാലത്താണ്. ഓക്കെ. പക്ഷെ ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തൊക്കെയാണെന്ന് കേട്ടോ. ബംഗാളികളും തമിഴന്മാരൊക്കെയാണ് താമസിക്കുന്നത്. മനസ്സിലായി. നശിപ്പിച്ച് കളഞ്ഞൊന്നും വേണേ പറയാം. ചില ഇവിടെ ഉണ്ട് ഒരു വിൻറ്റേജ്. ഇപ്പുറത്തുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുമെന്നില്ല. ഈ വിൻറ്റേജ് ഹോം കാണിക്കുന്നത് വെച്ചാൽ ഇവിടെയൊക്കെ കൊമേഴ്ഷ്യലാക്കിയിട്ടുണ്ട്. അല്ല, ഇതൊക്കെ വിൻറ്റേജാണ്.
കാണാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലേ അതൊക്കെ നോ ബി ദ വേ യു വാണ്ട്, ബി ദ വേ യു വാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കൊമേഴ്സ്യൽ ഫോട്ടോഗ്രാഫിയുണ്ട്. അപ്പോൾ എറണാകുളം നഗരത്തിലെ പഴയ ചില വീടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ഥാപനങ്ങളും. ചമ്മണി റോഡ് വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട്. ചമ്മണി റോഡിൽ കുറച്ച് ദൂരമുണ്ട്. പടിഞ്ഞാറേക്കാണ് പോണേ. സൈക്കിൾ വെച്ച ചമ്മണി റോഡിലെ കാഴ്ചകളാണ് കേട്ടത്. കാറുണ്ട്. ഇത് ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട്, അങ്ങോട്ട് കയറാം. ചമ്മണി ലൈനിലേക്ക് ചാട്ടം. ഇതൊക്കെ സ്പേസ് കിടപ്പുണ്ട് ഈ റൈറ്റ് സൈഡിലൊക്കെ. ചമ്മണി ലൈൻ കിൻഡർ ഗാർഡനാണ്. ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുക കുട്ടികളാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. ഇവിടം വരെയുള്ളേ. റൈറ്റ് ഒരു വഴി നമുക്ക് അതിലേക്ക് എടുക്കാം. ഞാൻ പോകുന്നറിയില്ല. ഞാൻ ഓട്ടോ വഴി വരില്ല. എത്രത്തോളം പോകാൻ പറ്റുമെന്നറിയില്ല. അവിടെ വരെ ഉള്ളൂ നോക്കാം. ഇരുന്നോ ഇല്ലേ. ചമ്മണി ലൈനിൽ നമ്മൾ കയറി വരുന്ന ചില ഭാഗങ്ങളാണ്. വിൻറ്റേജ് ഹോമും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. രണ്ട് വഴിയുണ്ട്, ഇടത്തോട്ടുമുണ്ട് വലത്തോട്ടുമുണ്ട്. ഇടത്തോട്ട് പോവാം. ഇവിടെ നിറയെ ചെടികളൊക്കെ വെച്ചിട്ടൊരു ചില വീടുകളിൽ നല്ലതായിട്ട് ചെടികളൊക്കെ ഇവിടെയൊക്കെ പടർത്തിയിട്ടാണ്. ഈ ചെടികൾ വെച്ചിരിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ അത്രയും നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ചെടികൾ ഇഷ്ടപ്പെടുന്നവർ. ഇടയിലോട്ടും പക്ഷെ അങ്ങോട്ട് പോകണ്ട, വേറെ വീട്ടിലേക്കായിരിക്കും. നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ.